ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ആൻറ്റി ഏജിങ് ക്രീമാണ്. നമ്മുടെ സ്കിന്നിൽ ചുളിവുകളും വരകളും വരാതിരിക്കാനും നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല ചെറുപ്പമായിട്ടിരിക്കാനും ഇനി ചുളിവുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാനും നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനും നിറം വയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ക്രീമാണിത്. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ക്രീം തയ്യാറാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് അലോവേര ജെല്ലാണ്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്ന പ്യുവർ ആയിട്ടുള്ള അലോവേര ജെല്ലാണ്. ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. ഇതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള കറ്റാർവാഴയുടെ ആ ഒരു ജെല്ല് യൂസ് ചെയ്താലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമുക്കിത് ഒരു ആഴ്ചത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റുള്ളൂ, അതിൽ കൂടുതലായിട്ട് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു അളവിൽ നിങ്ങൾ എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പൂൺ അലോവേര ജെല്ല് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ്. ഞാനിപ്പോൾ അമുലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് വളരെ കുറച്ച് മതി. നമ്മൾ അലോവേര ജെല്ല് എടുത്തതിൻ്റെ പകുതി അളവിൽ എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു അളവിലാണ് ഞാൻ ഫ്രഷ് ക്രീം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് അലോവേര ജെല്ലിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സായി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും, അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതാ നമുക്കൊരു ക്രീമിൻ്റെ പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കണം. അത് ഞാനിവിടെ ചേർക്കുന്നത് തേനാണ്. നിങ്ങൾക്ക് തേൻ ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അതിന് പകരമായിട്ട് ആൽമണ്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നിങ്ങളുടെ സ്കിന്ന് കുറച്ചും കൂടെ മോയ്സ്ചർ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന എന്ത് തന്നെ ചേർത്താലും കുഴപ്പമില്ല. എന്നിട്ട് തേനും കൂടെ ചേർത്തിട്ട് ഞാൻ നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയി കിട്ടും. അപ്പോൾ നമ്മുടെ ഫേസ് ക്രീം എല്ലാം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും കൂടെ പറഞ്ഞുതരാം. ഈ ഒരു ക്രീം നിങ്ങൾക്ക് രാത്രി മാത്രമല്ല പകലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീമാണ്. നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് മുഖം നല്ലപോലെ കഴുകി വൃത്തിയാക്കണം. അതിനുശേഷം ഇതുപോലെ കുറേശ്ശെയായിട്ട് എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇത് ക്രീം ആയതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്നവരെ മസാജ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങളിത് അങ്ങനെ തന്നെ വയ്ക്കുക. ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും നിങ്ങളിതിങ്ങനെ ഫേസിൽ വയ്ക്കുക. പിന്നെ ഫേസിൽ മാത്രമല്ല കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീം തന്നെയാണിത്. 1 മണിക്കൂറിന് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകി കളയാണ് വേണ്ടത്. ഇനി നിങ്ങളുടേത് ഓയിലി സ്കിന്നാണ് എന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളത്തിൽ കഴുകുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫേസ് ക്രീം യൂസ് ചെയ്യേണ്ടത്. രാത്രിയും പകലും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്